എത്രത്തോളം ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ വിവിധ പരിപാടികളും നേരിൽ കാണാനും കേൾക്കാനും കഴിയുന്ന പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ആ അനുഭവ സാക്ഷ്യങ്ങളുടെ മുമ്പിൽ വേറെ വിശദീകരണം പ്രചരണം ആവശ്യമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിലൂടെ 1640 കോടിയോളം വരുന്ന സംഖ്യ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. 60 കോടി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയിൽ വികസന പ്രവർത്തനങ്ങൾ കണ്ണൂർ, ആ കണ്ണൂരിനെ എല്ലാ രംഗത്തും സമുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളൊക്കെ പ്രാദേശികമായി ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചില പരിപാടികൾ പൂർത്തീകരിക്കാനും ആരംഭിക്കാനും കഴിയും. അതിൻ്റെ കണക്കുകളും ഞാൻ പറയുന്നു. പക്ഷേ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ 1640 കോടി ഇവിടെ ഈ മണ്ഡലത്തിൽ ഇതെല്ലാം നേർക്കാഴ്ചയാണ്. അതുകൊണ്ട് ഇത് കാണുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇത് കാണിച്ചു എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. എല്ലാം പകൽ വെളിച്ചം പോലെ ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കാണുന്നത്. ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ. അതെ, അതിൻ്റെ വളരെ ചെറിയ സമയമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം. അതിപ്പോൾ ആ ഉള്ള സമയത്തിനുള്ളിൽ കഴിയാവുന്നത്ര ആളുകളെ നേരിൽ കാണുക, അല്ലാതെ കാണുക. അതായത് സാധാരണ ഞാൻ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പും ചെയ്തതുപോലെ എന്നെ കാണുന്ന കാര്യത്തിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുസ്ലിം സഹോദരനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ രാജനത്തിൻ്റെ ഭാഗമാണ് നോമ്പ് അങ്ങനെ നാടും നഗരവും ഒക്കെ തന്നെ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിന് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ആ പരിപാടികളുണ്ട് പകൽ വെളിച്ചം പോലെ. അതിനുള്ള അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ ജില്ലയുടെ ആസ്ഥാന ഭൂമിയായ കണ്ണൂർ, ഈ കണ്ണൂരിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നേരിട്ട് ബോധ്യമുള്ള ജനങ്ങളുടെ മുമ്പിൽ മറ്റു മുഖവരിയൊന്നും ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.